Good evening. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിൽ രണ്ടിടങ്ങളിൽ സ്ഫോടനം, 11 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം, 50 പേർക്ക് പരിക്കേറ്റു. ഇഷ്റത്ത് ജഹാൻ കേസിൽ ആദ്യ അറസ്റ്റിലായത് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന GL ഖാൾ. കുര്യനെതിരെ പാർലമെന്റിന് മുന്നിൽ ഇടത് എംപിമാരുടെ പ്രതിഷേധം, സ്ത്രീകളുടെ കാര്യത്തിൽ രാജ്യം മുഴുവൻ ആശങ്കയിലെന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു. സൗദിയിലെ ഹജ്ജ് മന്ത്രാലയം ഇന്ത്യയിലെ 48 ടൂർ ഓപ്പറേറ്റർമാരെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നടപടി തുടങ്ങി. പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ഓപ്പറേറ്റർമാരും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വിനിയോഗത്തിൽ വീഴ്ച പറ്റിയെന്ന് മന്ത്രി AP അനിൽകുമാർ. ധനകാര്യ വകുപ്പ് അന്വേഷിക്കും. മീഡിയ വൺ ഇംപാക്ട്. ഏറ്റവും സുപ്രധാന വാർത്തയിലേക്ക്. ഹൈദരാബാദിൽ സ്ഫോടന പരമ്പര. ദിൽസുഖ് നഗറിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത മാർക്കറ്റിലും വെങ്കിടാശ്രീ തിയേറ്ററിന്റെ സമീപത്തുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. വൈകിട്ട് 7 മണിക്കാണ് സ്ഫോടനം നടന്നത്. 5 മിനിറ്റ് വ്യത്യാസത്തിലായിരുന്നു സ്ഫോടനമുണ്ടായത്. 11 പേർ മരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി അജിംസ് ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. അജിംസ്, എപ്പോഴാണ് സ്ഫോടനമുണ്ടായത്? മരണസംഖ്യ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എത്രയാണ്? ഔദ്യോഗിക സ്ഥിരീകരണം എത്രയാണ്? എന്താണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം? അജിംസ്. ഗോപി, ഇന്ന് 7/1 ആദ്യ സ്ഫോടനം ഉണ്ടായത്. ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത് ദിൽസുഖ് നഗറിനടുത്ത് ബസ് സ്റ്റാൻഡിനടുത്തുള്ള കൊണാർക്ക് തിയേറ്ററിനും തൊട്ടടുത്തുള്ള വെങ്കടാദ്രി തിയേറ്ററിനും അടുത്താണ് 2 സ്ഫോടനങ്ങൾ ഉണ്ടായത്. ആദ്യത്തെ സ്ഫോടനം 7/1 രണ്ടാമത്തെ സ്ഫോടനം 7/5 ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു മോട്ടോർ സൈക്കിൾ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ദൃക്സാക്ഷികളുടെ വിവരണം. തുടർന്ന് ഒരു സ്റ്റീൽ പാത്രത്തിനുള്ളിൽ മറ്റൊരു ബോംബ് പൊട്ടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മൊത്തം 15 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. പക്ഷേ 11 പേരുടെ മരണം മാത്രമേ ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ആന്ധ്ര മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ DGP V ദിനേശ് റെഡ്ഡിയും സംഭവസ്ഥലത്തുണ്ട്. NIA സംഘം ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. പോലീസ് വളരെ ശക്തമായ കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം തുടങ്ങിയത്. മൊത്തം 50 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. പരിക്കേറ്റവരെ ഉസ്മാനിയ ഹോസ്പിറ്റലിലും ജെംസ് ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ ജെംസ് ഹോസ്പിറ്റലിൽ നിന്നും മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ഷെരീഫ് ചേരുന്നു. മുഹമ്മദ് ഷെരീഫ്, എന്താണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മരണസംഖ്യ 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഞാൻ ഉസ്മാനിയ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഉസ്മാനിയ മോർച്ചറിയിൽ ഏതാണ്ട് 12 ബോഡി ഇതുവരെ എത്തിയിട്ടുണ്ട്. അതേപ്രകാരം തന്നെ കാറ്റോലിറ്റി വാർഡിൽ ഏതാണ്ട് 30ഓളം പരിക്കേറ്റവരെയും ഉണ്ട്. അതിൽ ഏതാണ്ട് 4ൽ കൂടുതലോളം ആളുകൾ വളരെ അതീവ ഗുരുതരമാണ് അവരുടെ നില എന്നാണ് പറയപ്പെടുന്നത്. മുഹമ്മദ് ഷെരീഫ്, 50 പേർക്ക് പരിക്കേറ്റതായാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഇതിലിപ്പോൾ മുഹമ്മദ് ഷെരീഫ് പറഞ്ഞതനുസരിച്ച് ഏതാനും പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും മനസ്സിലാക്കുന്നു. മലയാളികളുണ്ടോ അപകടത്തിൽപ്പെട്ടവരിൽ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ? ഇപ്പോഴവിടെ കാണുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? നാട്ടുകാർ ഭയചകിതരാണോ? ഇവിടെ ഡോക്ടർമാരോടും മറ്റ് ദൃക്സാക്ഷികളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഉസ്മാനിയ ജനറൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെട്ടുള്ള വളരെ ഗുരുതര പരിക്കേറ്റവരെയാണ്. മറ്റുള്ളവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലും മറ്റും പ്രവേശിപ്പിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും മറ്റും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി മീഡിയ പ്രവർത്തകരും മറ്റും വളരെ വളരെ തിരക്കേറിയ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. മുഹമ്മദ് ഷെരീഫ്, ആശുപത്രിയിൽ വേണ്ട സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട്? ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? കൂടുതൽ അപകടങ്ങൾ, മരണമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് തന്നെ
കാര്യക്ഷമതയിലും മറ്റും വളരെ വിമർശനം ഉള്ളതായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. CT സ്കാൻ പോലും മറ്റും വളരെ മറ്റു ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ട സ്ഥിതിവിശേഷം വരെ ഉണ്ടെന്നാണ് പല ആളുകളും പരാതിപ്പെടുന്നു. താങ്കൾ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നോ? അവിടെ പോയിരുന്നോ? എന്താണ് കണ്ടത്? ദൂരെയാണ്, വളരെ തിരക്കേറിയ, ഹൈദരാബാദിലെ തന്നെ വളരെ തിരക്കേറിയ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ് ദിൽസുഖ് നഗർ എന്ന് പറയുന്നത്. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെ എല്ലാം ഈ ആശുപത്രിയിൽ തന്നെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ആശുപത്രി വളരെ ഗുരുതരമായ പരിക്കേറ്റവരെ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആംബുലൻസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും പറയും. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്ര ദൂരമുണ്ട്? സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. മലയാളികളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണോ? ഇപ്പോൾ താങ്കളുടെ കയ്യിലുണ്ടോ? മലയാളികൾ ഉൾപ്പെട്ടതിനെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ട് ഒന്നും തന്നെ ഇല്ല. മരണപ്പെട്ടവരെ തന്നെ അവരുടെ ഐഡന്റിറ്റിയും മറ്റും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വളരെ നന്ദി മുഹമ്മദ് ഷെരീഫ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുജീബ് റഹ്മാൻ ചേരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് ലഭിച്ചിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഒപ്പം രാജ്യത്താകെ സുരക്ഷ ശക്തമാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങൾ മുജീബ് റഹ്മാൻ നൽകും. മുജീബ്, എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഹൈദരാബാദിൽ നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ച് പറഞ്ഞത്? സുരക്ഷ കർശനമാക്കിയിട്ടുമുണ്ടല്ലോ. രാജീവ്, രാജ്യത്തെങ്ങും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ അറിയിച്ചതനുസരിച്ച് 2 ഇടങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. ആന്ധ്ര സർക്കാർ പറയുന്നത് പോലെ സ്ഥിരീകരിക്കപ്പെട്ട വിവരമനുസരിച്ച് 11 പേരാണ് മരിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നേരത്തെ തന്നെ കനത്ത സുരക്ഷയിലായിരുന്നു ഡൽഹി നഗരം എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അഫ്സൽ ഗുരുവിന്റെ വധത്തിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോഴും നഗരമുള്ളത്. കൂടാതെ ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങിയതോടനുബന്ധിച്ചും കനത്ത സുരക്ഷ ഡൽഹിയിലുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ അറിയിച്ചതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും 2 ദിവസം മുമ്പേ തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ഏത് സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക എന്ന് അപ്പോൾ വിവരം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചിരുന്നു എന്നതാണ് സുശീൽ കുമാർ ഷിൻഡെ അറിയിച്ചത്. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എന്നതിനെ സംബന്ധിച്ച് വല്ല സൂചനയുമുണ്ടോ, ഏതെങ്കിലും തീവ്രവാദ ശക്തികളാണോ എന്ന് സംശയിക്കാമോ എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ആര് എന്ന് പറയാനുള്ള ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. അതേസമയം അന്വേഷണത്തിന് വേണ്ടി NIA സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. അവരവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ സംഘം ഇന്ന് രാത്രി 9:30 കൂടി അവിടെ എത്തിച്ചേരുന്നതാണ്. ഡൽഹിയിൽ നിന്ന് പുതിയ അന്വേഷണ സംഘത്തെയും അങ്ങോട്ട് നിയോഗിക്കുന്നുണ്ട്. ഈ NIA സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമാണ് ഇതിന്റെ പിന്നിൽ ആര് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹൈദരാബാദ് സ്ഫോടനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ 3, 4, 5 സ്ഫോടനങ്ങളുള്ള ഒരു സ്ഫോടന പരമ്പര ഉണ്ടായി എന്നതായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് 2 സ്ഫോടനങ്ങൾ നടന്നു എന്നാണ്, അല്ലേ? ദിൽസുഖ് നഗറിലാണ് സ്ഫോടനമുണ്ടായത്. 2 സ്ഫോടനങ്ങളാണ് നടന്നത്. ഒന്നൊരു ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു, മറ്റൊന്നൊരു തിയേറ്ററിന്റെ പരിസരത്തായിരുന്നു. ഈ 2 സ്ഫോടനങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ട വിവരം. ആദ്യമായി ഇത് സംബന്ധിച്ച് പ്രസ്താവനകൾ നടത്തിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി RK സിംഗ് ആണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഇങ്ങനെ സ്ഫോടനം നടന്നിരിക്കുന്നു, ഇതിന്റെ അന്വേഷണവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. 11 പേരാണ് സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നത്, 50ഓളം ആളുകൾക്ക് പരിക്കുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് അദ്ദേഹം കൈമാറിയിട്ടുള്ളത്. ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെങ്ങും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ വിവരങ്ങളുമായുണ്ട്. ജലീൽ, തിരുവനന്തപുരത്ത് മറ്റു നഗരങ്ങളിലും കേരളത്തിലെ മറ്റു നഗരങ്ങളിലും ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് പുലർത്താൻ പോകുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം? വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, ഹൈദരാബാദിലുണ്ടായ സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ചില സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ആ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള DGPയുടെ ഉത്തരവ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും പോലീസ് സുരക്ഷാ സംവിധാനം കർശനമാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ DGP നൽകിയിരിക്കുന്നത്. എയർപോർട്ട്, അതുപോലെ തന്നെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ പോലീസിന്റെ സുരക്ഷാ സംവിധാനം
ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഇവിടെ നിന്ന് DGP-യിൽ നിന്നും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തോടു കൂടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും, അതായത് ഹൈദരാബാദിൽ രണ്ടിടത്തുണ്ടായ സ്ഫോടനങ്ങളിൽ 11 പേർ മരിച്ചതായി ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിക്കുന്നു. രാജ്യത്താകമാനം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഈ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് മുജീബ് റഹ്മാനും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ജലീൽ പടനയും നൽകിയത്. സ്പെഷ്യൽ എഡിഷൻ ഒരു ഇടവേളയിലേക്ക് പോകും. ചരിത്രം ആവർത്തിക്കുന്നു. ടിപ്പു സുൽത്താൻ. മീഡിയ വൺ. എന്തായിരുന്നു അറബ് വസന്തം? ആരായിരുന്നു വസന്ത വിപ്ലവത്തിന് പിന്നിൽ? സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ശ്വസിക്കാൻ തെരുവിലിറങ്ങിയ അറബ് ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടുവോ? കാശ്മീർ താഴ്വര മുതൽ കൊങ്കൺ തീരം വരെ എത്രയേറെ വൈവിധ്യങ്ങൾ, എത്രായിരം സംസ്കാരങ്ങൾ, ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കുന്ന മഹത്തായ ഭാരതീയ വിവാഹ മുഹൂർത്തങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. തിരിച്ചെത്തുകയാണ് സ്പെഷ്യൽ എഡിഷനിലേക്ക്. ജയ്പൂരിൽ നടത്തിയ കോൺഗ്രസ് ചിന്തൻ ശിബിരിലാണ് ഹിന്ദു ഭീകരത സംബന്ധിച്ച പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നടത്തിയത്. തീവ്രവാദം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ പറയാറുള്ളതെന്നും എന്നാൽ ഇപ്പോൾ BJPയും സംഘപരിവാർ സംഘടനകളും ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നതായി തെളിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നായിരുന്നു ഷിൻഡെയുടെ പരാമർശം. माइनॉरिटी पर कहीं वक्त इनजस्टिस भी होता है, वो भी देखा जा रहे हैं. इन्फिल्ट्रेशन के बारे में बात कर रहे हैं. लेकिन अभी बीच में ही हमारे पास ये रिपोर्ट आ गए हैं इन्वेस्टिगेशन में, ये भारतीय जनता पार्टी हो या RSS के हो, उनके जो ट्रेनिंग कैंप्स है वो हिंदू टेररिज्म बढ़ाने का काम देख रहे हैं. इस पर भी हमारी बड़ी कड़ी नजर है. ഹിന്ദു ഭീകരതയ്ക്കെതിരായ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഖേദം പ്രകടിപ്പിച്ചത് കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരാണെന്ന പ്രചാരണം തടയാനും പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാനുമാണെന്നാണ് വിലയിരുത്തൽ. ജയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാവി ഭീകരതയ്ക്കെതിരായ പരാമർശം നടത്തിയത്. രാജ്യത്തെ RSS ക്യാമ്പുകൾ ഹിന്ദുത്വ ഭീകരതയുടെ വളർത്തുകേന്ദ്രങ്ങളാണെന്നാണ് സുശീൽ കുമാർ ഷിൻഡെയുടെ പ്രസ്താവനയിലുള്ളത്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി RK സിംഗ് ഇതിന് ശരിവെക്കുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ ഹിന്ദുക്കളെ അപമാനിക്കുന്നതാണ് ഷിൻഡെയുടെ പ്രസ്താവനയെന്നാണ് BJP വാദിച്ചത്. പുതുതായി ചുമതലയേറ്റ BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും നടന്നു. ഷിൻഡെയുടെ പ്രസ്താവനയെ മുൻനിർത്തി പാർലമെന്റ് സ്തംഭിപ്പിക്കാനായിരുന്നു NDAയുടെ നീക്കം. ഇതിനിടെയാണ് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഒരു ദിവസം മുമ്പ് സുശീൽ കുമാർ ഷിൻഡെ ഖേദം പ്രകടിപ്പിച്ചത്. NDA നേതാക്കൾക്ക് കത്ത് കൈമാറിയും ആഭ്യന്തര വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയും ഷിൻഡെ തന്റെ വാദം തിരുത്തുകയായിരുന്നു. ഒരു മതത്തെയും ഭീകരതയുമായി ബന്ധിപ്പിക്കാൻ താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നതായിരുന്നു തിരുത്ത്.
തന്റെ പ്രസ്താവനയെ ഹിന്ദുക്കൾക്കെതിരായ നീക്കമായി ചിത്രീകരിക്കുന്നതും പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതും ഒഴിവാക്കാനാണ് പുതിയ തിരുത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിച്ചത്. മീഡിയ 1 ന്യൂഡൽഹി. ഭീകരാക്രമണ കേസുകളിൽ സംഘപരിവാർ സംഘടനകളുടെ ബന്ധത്തിന് തെളിവില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. എന്നാൽ വിവിധ കേസുകളിൽ അന്യായമായി തടവിൽ കഴിയേണ്ടി വന്ന ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഭിന്ന അഭിപ്രായമാണുള്ളത്. ഇക്കാര്യം മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ മീഡിയ 1നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തിയിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആളുകളെ ദ്രോഹിക്കുന്നുവെന്ന കാര്യം സജീവമായിട്ട് ഇന്ത്യയിൽ ചർച്ചയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. അതിന് നേരെ ഒരു ബധിരമായ നിലപാടാണ് കോൺഗ്രസ് ഗവൺമെൻറ് എടുക്കുന്നതെങ്കിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനെ വിപരീതമായിട്ട് ബാധിക്കുകയും അനുഭവത്തിൽ അതൊരു ബധിരമായ നിലപാട് തന്നെയല്ലേ? കോൺഗ്രസ് അക്കാര്യത്തിൽ ഗൗരവമായിട്ട് നിലപാടെടുത്തിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് MP MA ഷാനവാസ്, ഫ്രണ്ട്ലൈൻ അസോസിയേറ്റ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്നിവർ ഡൽഹിയിൽ നിന്ന്, BJPയുടെ AN രാധാകൃഷ്ണൻ കൊച്ചി സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ KN ഖാദർ മലപ്പുറം സ്റ്റുഡിയോയിൽ നിന്നുമുണ്ട്. ആദ്യം ശ്രീ MA ഷാനവാസ്, ഷിൻഡെയുടെ വിവാദ പ്രസ്താവന വന്ന അതേ ദിവസം ഓൺ ദാറ്റ് വെരി ഡേ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് മാലേഗാവ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം, അജ്മീർ സ്ഫോടനം, ഇതിലെല്ലാം തന്നെ സംഘ് പരിവാർ സംഘടനകളുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുശീൽ കുമാർ ഷിൻഡെ അത്തരം ഒരു പരാമർശം നടത്തിയതെന്നാണ്. ഇപ്പോൾ അദ്ദേഹം ഖേദപ്രകടനം നടത്തുമ്പോൾ കോൺഗ്രസ് ഇതിൽ ഏതു പക്ഷത്താണ്? ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾക്ക് തീവ്രവാദമില്ല. ഹിന്ദു തീവ്രവാദം എന്ന പദപ്രയോഗം തെറ്റാണ്. മുസ്ലിം തീവ്രവാദമെന്നോ ഇസ്ലാമിക് ടെററിസം എന്നോ പറയുന്ന തീവ്രവാദം എന്ന് പറയുന്ന പ്രസ്താവനകളും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ഷിൻഡെ ജയ്പൂർ സെഷനിൽ പ്രസംഗിച്ചപ്പോൾ ഹിന്ദു തീവ്രവാദം എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തുകയും പിന്നീട് അദ്ദേഹം കാവി തീവ്രവാദം എന്ന് പിന്നീട് പറയുകയുണ്ടായി. അതും തെറ്റാണ്. കാരണം അതേ സമയത്ത് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ സംഘ് പരിവാർ കക്ഷികളുടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. ഇന്ത്യയിൽ മാലേഗാവ് സ്ഫോടനം, മാലേഗാവ് 1 ആണെങ്കിലും മാലേഗാവ് 2 ആണെങ്കിലും, മെക്ക മസ്ജിദ്, സംജോത എക്സ്പ്രസ് മുതലായ, അജ്മീർ എക്സ്പ്രസ് മുതലായ വിവിധ സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങളിലെ പിന്നിൽ ഉള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘ് പരിവാർ ശക്തികളുടെ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ്. ശ്രീ MA ഷാനവാസ്, താങ്കളുടെ ചോദ്യത്തെ തെറ്റായി ധരിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കുകയും അരുത്. ഞാൻ ചോദിക്കുന്നത്, ഈ പദപ്രയോഗത്തിൽ നിന്ന് മാത്രമാണോ ആഭ്യന്തരമന്ത്രി പിന്മാറിയിട്ടുള്ളത്? അദ്ദേഹം പരാമർശിച്ച, അദ്ദേഹം തൊടുത്തുവിട്ട ആ സംഭവങ്ങൾ, ആ പശ്ചാത്തലം, ആ സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടോ ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ വിഷയത്തിൽ കോൺഗ്രസ് 2 നിലപാട് മുൻപേ സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ജനാർദ്ദൻ ദ്വിവേദി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സുശീൽ കുമാർ ഷിൻഡെയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ്. എന്നാൽ അതേസമയം ദിഗ്വിജയ് സിംഗിനെയും മണിശങ്കർ അയ്യരെയും പോലെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസ് അന്ന് 2 നിലപാട് സ്വീകരിക്കുകയും ഇപ്പോൾ പിൻവാങ്ങുമ്പോൾ ഒരൊറ്റ നിലപാടിലേക്ക് എത്തുകയുമാണോ? എന്താണ് ഇതിന്റെ വസ്തുത? താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിന് ഉത്തരം ഞാൻ പറയാം ആദ്യം. അതായത് ഈ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനെ കോൺഗ്രസ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, ശ്രീ ഷിൻഡെയും തള്ളി പറഞ്ഞിട്ടില്ല. ആകെ വന്നിരിക്കുന്നത് ഈ പദപ്രയോഗം ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ പദപ്രയോഗം മാത്രമാണ് തള്ളിക്കളയുകയും അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ശ്രീ ഷാനവാസ്, കോൺഗ്രസ് ഒരുപക്ഷെ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഷിൻഡെയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നു, തൻ്റെ പരാമർശത്തിൽ ഏതെങ്കിലും സംഘടനകളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി ആ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ പ്രസ്താവനയിൽ, ജയ്പൂരിലെ പ്രസ്താവനയിൽ പറഞ്ഞത് RSSന്റെയും BJPയുടെയും ക്യാമ്പുകളിൽ ഭീകരവാദ പരിശീലനം നടക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രശ്നം, അന്ന് തന്നെ ഹിന്ദു തീവ്രവാദം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായം വന്നപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തി കാവി തീവ്രവാദം ആക്കി, സഫ്രോൺ ടെററിസം എന്ന്.
അതും തെറ്റാണ്. കാരണം കോൺഗ്രസ്സുകാർ കാവി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാവി എന്ന് പറയുന്ന ആ ഒരു കളർ ചെയ്യുന്നു. ശ്രീ ഷാനവാസ്, ഹിന്ദു ടെററിസത്തെക്കുറിച്ചോ കാവി ടെററിസത്തെക്കുറിച്ചോ കാവി തീവ്രവാദത്തെക്കുറിച്ചോ അല്ല ചോദ്യം. ഷിൻഡെയുടെ പ്രസ്താവനയിൽ BJP സംഘപരിവാർ ശക്തികളുടെ ക്യാമ്പുകളിൽ ഭീകരവാദ പരിശീലനം നടക്കുന്നു എന്ന തോതിലുള്ള എന്ന് സൂചിപ്പിക്കുന്ന ഒരു പരാമർശമുണ്ടായിരുന്നു. അത്തരം പരാമർശത്തിൽ നിന്ന് താൻ പിൻവാങ്ങുകയാണെന്ന സൂചന ഇന്നലത്തെ ഷിൻഡെയുടെ ഖേദപ്രകടനത്തിലുണ്ട്. ഷിൻഡെയുടെ ഖേദപ്രകടനത്തിൽ അങ്ങനെയില്ല. ഷിൻഡെയുടെ ഖേദപ്രകടനത്തിൽ അദ്ദേഹം ജനറലൈസ് ചെയ്ത് പറഞ്ഞത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നു, റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് എങ്കിൽ ഷിൻഡെ പറയേണ്ടത് മക്ക മസ്ജിദ് സ്ഫോടനം, ഈ സ്ഫോടന പരമ്പരകളുടെ പേരുകൾ പറഞ്ഞിട്ട് ഇതിലൊന്നും ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ മാത്രമേ. ശ്രീ എൻ രാധാകൃഷ്ണൻ, ഒരു പേജ് നീളുന്ന സ്റ്റേറ്റ്മെന്റിൽ ഷിൻഡെ പറയുന്ന കാര്യം, ഈ ഒരു പരാമർശം, അതായത് ഹിന്ദു ഭീകരവാദം എന്ന പരാമർശം ഏതെങ്കിലും മതവുമായോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുമായോ ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിച്ചതുള്ളതല്ല. ആ തരത്തിൽ അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ MI ഷാനവാസ് മറ്റൊരു തരത്തിൽ അതിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതായത് ഈ ഒരു പരാമർശം നടത്താനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസോ ആഭ്യന്തരമന്ത്രിയോ പിന്നോട്ട് പോയിട്ടില്ല. BJP ഇത്രയധികം സമ്മർദ്ദം ചെലുത്തിയത് ഈ ഒരു പദപ്രയോഗം പിൻവലിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്താണ് BJP ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? അല്ല, ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള ജയ്പൂരിലെ പ്രസംഗം ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കണം. അങ്ങേയറ്റം നിലവാരം കുറഞ്ഞതും അതിനേക്കാൾ ഉപരി ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഉന്നതമായ നിലവാരം പുലർത്തേണ്ട, പക്വതയോടുകൂടി വിഷയങ്ങളെ സമീപിക്കേണ്ട ഒരു ആഭ്യന്തരമന്ത്രി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു ജയ്പൂരിൽ നടത്തിയത്. ആ പ്രസ്താവന വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചു, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയിയും ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമതി സുഷമ സ്വരാജും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയും ഇന്ത്യയിലെ ചെറുതും വലുതുമായ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 7ഓളം മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ RSSും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ആദർശപരമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വളരെ വില കുറഞ്ഞ നിന്ദ്യവും നീചവും പൈശാചികവുമായ ആരോപണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഞങ്ങൾക്കെതിരായ നിലപാടുകളുമായി മുന്നോട്ട് വന്നത്. ഇതൊക്കെ സുശീൽ കുമാർ ഷിൻഡെയുടെ പ്രസ്താവന വന്ന സാഹചര്യത്തിൽ BJP വിശദീകരിച്ചതാണ്. BJPയുടെ എതിർപ്പ് ഹിന്ദു ഭീകരവാദം എന്ന ഒറ്റ വാക്കിനോടാണോ അതോ സംഘപരിവാറിനെ കുറിച്ച്, സംഘപരിവാർ സംഘടനകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഷിൻഡെ പറഞ്ഞതിനോടാണോ? ഇത് രണ്ടും നമ്മൾ പരിശോധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ഭീകരവാദം അല്ലെങ്കിൽ കാവി ഭീകരവാദം എന്ന് പറയുമ്പോൾ ഭാരതീയമായ സങ്കല്പങ്ങളെയും ആചാരപരമ്പരകളുടെയും രൂപമാണ് കാവി. ആ കാവ്യയെ സ്പർശിക്കുമ്പോൾ, ആ കാവ്യയെക്കുറിച്ചുള്ള വെറും ജൽപ്പനങ്ങളുടെ രൂപത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ ഒരു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് യോജിച്ച പദവിയാണോ? പിന്നെ പരിശോധിക്കേണ്ടത് ഷാനവാസിനെ പോലുള്ള ബഹുമാനരായ ആളുകൾ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പാർലമെൻറ്റേറിയൻ ആയി മുന്നോട്ട് പോകുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, സിഖ് തീവ്രവാദികളെ വെടിവെച്ച് കൊന്നിട്ടുള്ള ശ്രീമതി ഗാന്ധിയുടെ മരണത്തിന് ശേഷം വെടിവെച്ച് കൊന്നിട്ടുള്ള രാജീവ് ഗാന്ധി ഭീകരവാദിയാണ് എന്നൊരു ആരോപണം ഞാൻ ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് എന്ത് നിലപാടുകളാണ് സ്വീകരിക്കാൻ കഴിയുക? എൻ രാധാകൃഷ്ണൻ, തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിൽ വെങ്കടേഷ് രാമകൃഷ്ണനുണ്ട്, ഫ്രണ്ട് ലൈൻ്റെ അസോസിയേറ്റ് എഡിറ്റർ. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇത്രത്തോളം ലളിതവൽക്കരിച്ച് വിശദീകരിക്കാവുന്ന ഒരു പ്രശ്നമാണോ ഷാനവാസും എൻ രാധാകൃഷ്ണനും പറയുന്നത് പോലെ ഇത്രമാത്രം ലളിതവൽക്കരിച്ച് വിശദീകരിക്കാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? ഷിൻഡെ വളരെ എളുപ്പത്തിൽ ഒരു ഖേദപ്രകടനം നടത്തുന്നു. വളരെ കാലം മുസ്ലിം ടെററിസം അല്ലെങ്കിൽ ഇസ്ലാമിക ടെററിസം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാകാതിരുന്ന വ്യഗ്രത ഷിൻഡെയുടെ വാക്കുകളിൽ ഇപ്പോൾ കാണുന്നില്ലേ? തീർച്ചയായും ഇത് ദ്യോതിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വം പൊതുവിലും സുശീൽ കുമാർ ഷിൻഡെ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവും പ്രത്യേകിച്ചും ഇന്ന് അകപ്പെട്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ ആശയക്കുഴപ്പത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ജയ്പൂരിലെ പ്രസ്താവനയുടെ അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ പരിശോധിച്ചാൽ അത് അബദ്ധമായിരുന്നു എന്ന് കാണാൻ വലിയ സമയമൊന്നും വേണ്ട. ഹിന്ദു തീവ്രവാദം എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. അതിന് മാധ്യമങ്ങളും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുമെല്ലാം ഈ
മാലേഗാവ് അടക്കമുള്ള സംയുക്ത എക്സ്പ്രസ് അടക്കമുള്ള സ്ഫോടനങ്ങളുടെ ഈ ഭീകരപ്രവർത്തനങ്ങളെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹിന്ദുത്വ ഭീകരവാദം എന്നാണ്. ഹിന്ദു ഭീകരവാദവും ഹിന്ദുത്വ ഭീകരവാദവും രണ്ട് കാര്യങ്ങളാണ്. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഒരുതരം രാഷ്ട്രീയ സംഹിതയാണ്. ആ സംഹിതയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൽ പെട്ടതും അല്ലാത്തതുമായ ഹിന്ദുത്വ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ ചിലർ നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനമാണ് ഹിന്ദുത്വ ഭീകരപ്രവർത്തനം എന്നറിയപ്പെടുന്നത്. അവിടെ പറയേണ്ടിയിരുന്നത് ഹിന്ദുത്വ ഭീകരപ്രവർത്തനം എന്നായിരുന്നു. പിന്നെ BJP, RSS എന്നീ സംഘടനകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവയെ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി കൂട്ടി യോജിപ്പിച്ചതും ശരിയായില്ല. BJPയിലും RSSുമായും ഒക്കെ സംഘപരിവാർ സംഘടനകളുമായും ബന്ധമുള്ള ചില വ്യക്തികളും മറ്റു ചില സംഘടനകളുമാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ഇത് നടത്തിയിരിക്കുന്നത് എന്നായിരുന്നു ഇന്ത്യയുടെ ഉത്തരവാദിത്വ ബോധമുള്ള ആഭ്യന്തരമന്ത്രി പറയേണ്ടിയിരുന്നത്. ഇത് രണ്ടും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ നടത്തിയിട്ടുള്ള വിശദീകരണമാവട്ടെ അതിനേക്കാൾ വിചിത്രം. ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആത്യന്തികമായി സംഘപരിവാറിൻ്റെ ഉയർന്ന നേതൃത്വത്തിൽ ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇനിയും തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി പറയുന്നു, ഞാൻ പറഞ്ഞ ഈ പ്രസ്താവനയിൽ, ജയ്പൂർ പ്രസ്താവനയിൽ പറഞ്ഞ സംഘടനകൾക്ക് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി, ഈ ടെററിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സമയമായോ? അപ്പോൾ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KN ഖാദർ ഉണ്ട് മലപ്പുറത്ത്. ശ്രീ KN ഖാദർ, കോൺഗ്രസിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് പറഞ്ഞത് ഹിന്ദു ടെറർ എന്നുള്ള ഒരു പ്രയോഗം നടത്തിയതും ഇപ്പോൾ BJPയുടെ സമ്മർദ്ദത്തിനു ശേഷം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത്? അല്ല, ഇത് സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്ന്, ഒരു ജനറലായിട്ടൊരു ഭീകരതയ്ക്ക് മതമോ മതത്തിന് ഭീകരതയോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭീകരതയ്ക്കൊരു പ്രത്യേക മതമില്ല, മതത്തിന് ഭീകരതയില്ല. പക്ഷേ ഹിന്ദു കുടുംബങ്ങളിൽ ജനിച്ചവരോ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരോ ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചവരോ ആയ ആളുകൾ ചിലപ്പോൾ ഭീകര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരാറുണ്ട്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ സുശീൽ കുമാർ സിൻഡെ പറഞ്ഞ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പറഞ്ഞല്ലോ, ഇതൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ തെളിവുകളും രേഖകളും ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഉളവാകുന്നൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതിയോ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗമോ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വ്യാകരണം ശരിയാക്കാനോ അല്ലെങ്കിൽ എൻ്റെ താത്വികമായിട്ടുള്ള തകരാറുകൾ തീർക്കാനോ വേണ്ടി മാത്രമാണ് ഷിൻഡെ പ്രവർത്തിച്ചതെങ്കിൽ, ഷിൻഡെ മാറ്റം വരുത്തിയതെങ്കിൽ അതൊരു തെറ്റുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ തന്നെ ഷിൻഡെ നടത്തിയ പരാമർശത്തെ ഇറസ്പോൺസിബിൾ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ നിലയ്ക്കാണ് അദ്ദേഹം ഒരു തിരുത്തൽ വരുത്തിയതെങ്കിൽ, ഒരു ഖേദപ്രകടനം നടത്തിയതെങ്കിൽ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ ഇത്? ഈ പദപ്രയോഗം മാത്രമാണ് ഞാൻ പിൻവലിക്കുന്നത്, ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് തുറന്നു പറയുക എന്നത് അതുണ്ടായില്ല. മറിച്ച് ഒരു റിഗ്രറ്റ് എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം ഇതിനെ സമീപിച്ചിട്ടുള്ളത്. അതെ, അദ്ദേഹം അങ്ങനെ പദപ്രയോഗം, ഇപ്പോൾ ഷാനവാസ് പറഞ്ഞപ്പോഴാണ് ഞാൻ പദപ്രയോഗമാണ് അദ്ദേഹം തിരുത്തിയതെന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹം തിരുത്തിയത് പദപ്രയോഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആ വാചകം പ്രയോഗിച്ചപ്പോൾ വന്ന ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കാണ് അദ്ദേഹം തിരുത്തിയത് എന്നാണ് ഷാനവാസ് സംസാരിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് തിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക്. ശ്രീ KN ഖാദർ, വെറും വ്യാകരണ പിഴവ് തിരുത്തുക മാത്രമല്ല ഷിൻഡെ ചെയ്തിരിക്കുന്നത്. ശ്രീ KN ഖാദർ, വെറും വ്യാകരണ പിഴവ് തിരുത്തുക മാത്രമല്ല ഷിൻഡെ ചെയ്തിരിക്കുന്നത്. തൻ്റെ പ്രസംഗത്തിൽ BJPയെക്കുറിച്ചും സംഘപരിവാർ സംഘടനകളെക്കുറിച്ചും അതിന് ആ സംഘടനകൾക്ക് ഭീകരപ്രവർത്തനങ്ങളിലുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഷിൻഡെ ചെയ്തത്. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ വസ്തുതകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കേണ്ടതാണ്. അത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. വസ്തുതകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ വിഷയത്തെ കോൺഗ്രസ് സമീപിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് തരത്തിൽ. ഒന്ന്, ഇതിൽ കോൺഗ്രസിനകത്ത് ചേരിതിരിവുണ്ടായി. ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള നേതാക്കൾ, മണിശങ്കർ അയ്യരെ പോലെയുള്ള നേതാക്കൾ ഷിൻഡെയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതേസമയം അന്ന് തന്നെ ജനാർദ്ദൻ ദ്വിവേദി വ്യക്തമാക്കി ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന്. ഇതിനു മുൻപും P. ചിദംബരം
ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സാഫ്രൻ ടെറർ എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ തരത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഷിൻഡെയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണ് എന്ന ഒരു വിലയിരുത്തലും ഉണ്ടായി കോൺഗ്രസിനകത്ത്. എന്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയ ഒരു പരാമർശം ഈ തരത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കൈകാര്യം ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആശയക്കുഴപ്പമാണിത് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കോൺഗ്രസ് ഇപ്പോൾ ഏത് പാതയാണ് പിന്തുടരേണ്ടത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസിന് ഒരു വലിയ സംശയമുണ്ട്. കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരുതരം ഹിന്ദുത്വ തരത്തിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ സമീപകാലത്ത് നടത്തുകയുണ്ടായി. അഫ്സൽ ഗുരുവിൻ്റെ എക്സിക്യൂഷൻ ബൈ സ്റ്റെൽത്ത്, ഒരു ഒളിച്ചുകൊണ്ടുള്ള ലോകത്തിന് മുമ്പിൽ ഒരു മറയിട്ടുകൊണ്ടുള്ള തൂക്കിക്കൊല്ലടക്കമുള്ള നടപടികളിലൂടെ ഒരു മൃദു ഹിന്ദുത്വ വികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം വ്യക്തമാണ്. മറുവശത്ത് BJPയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ നായകൻ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്തുണ്ട്. ആ ആശയക്കുഴപ്പത്തിൻ്റെ പ്രതിഫലനമാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സംഘടനകൾക്ക് ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കുള്ളതായി ഒരു തെളിവുമില്ല എന്ന് ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് പ്രസ്താവന നടത്തുക? തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണൻ, അജ്മേർ മാലേഗാവ് സംജോത എക്സ്പ്രസ് സ്ഫോടനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സംഘപരിവാറുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളതായി സൂചനകളുണ്ട്, തെളിവുകളുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഷിൻഡെ ഈ വിവാദ പ്രസ്താവന നടത്തിയ അന്ന് വാർത്താലേഖകരോട് പറഞ്ഞത്. സ്വാഭാവികമായും ഇത്ര ഓപ്പണായി ഒരു ഇതിനെപ്പറ്റി ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു ഓപ്പൺ സീക്രട്ടിനെ ഓപ്പൺ സീക്രട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നായിരുന്നു ഷിൻഡെയുടെ പരാമർശത്തിനുണ്ടായിരുന്ന ഒരു പ്രതികരണം. ഇത്ര ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയുമ്പോൾ BJP ഈ കാര്യം വെല്ലുവിളിക്കേണ്ടതില്ലേ? അതിനുള്ള ധൈര്യം BJP എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അല്ല, പ്രധാനമായി പരിശോധിക്കേണ്ടത് അദ്ദേഹം ജയ്പൂരിൽ ഈ പ്രസംഗം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹി കേന്ദ്രീകൃതമായി ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കെതിരായി വലിയ രീതിയിൽ രാജ്യത്താകമാനമുള്ള ജനങ്ങളുടെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു പൈശാചികമായ സംഭവമാണ് ഡൽഹിയിൽ നടന്നത്. ആ കാലയളവിലൊന്നും ഒരക്ഷരം പോലും മിണ്ടാത്ത, ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത, വ്യക്തതയോടുകൂടി അഭിപ്രായം പറയാത്ത ഒരു ആഭ്യന്തരമന്ത്രി ജയ്പൂരിൽ വളരെ പെടുന്നനെ ഇത്തരൊരു പ്രസ്താവന നടത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹം നടത്തിയുള്ള രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യയിലെ ആബാലവൃദ്ധ ജനങ്ങളും ഏറ്റവും ദുർബലനായ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഷിൻഡെയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം അവിടെ നടത്തി. പ്രധാനമായി ഞങ്ങൾ സൂചിപ്പിച്ചത്, ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നതമായ പാർലമെൻറ്റിൽ ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടു കൂടി നടപടി സ്വീകരിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരായി പ്രസ്താവനകൾ നടത്തുന്നില്ല? രാധാകൃഷ്ണൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. MI ഷാനവാസിലേക്ക് വീണ്ടും പോകുന്നു. ഷാനവാസ്, കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്ന ആരോപണം പുതിയതല്ല. അജ്മൽ കസബിന്റെ തൂക്കിലേറ്റൽ, അതിനുശേഷം അഫ്സൽ ഗുരുവിന്റെ തൂക്കിലേറ്റൽ, ഇപ്പോൾ സുശീൽ കുമാർ ഷിൻഡെ നടത്തിയിരിക്കുന്ന ഖേദപ്രകടനം, മൃദു ഹിന്ദുത്വം തന്നെയല്ലേ കോൺഗ്രസിന്റെ അജണ്ട BJPയെ നേരിടാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ? ചോദിക്കുന്നതിന് മുമ്പ് താങ്കളോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. താങ്കൾ ഈ ഷിൻഡെയുടെ പ്രസ്താവന താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഷിൻഡെയുടെ പ്രസ്താവന വായിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് താങ്കളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. കാര്യം ഷിൻഡെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ വാചകം പിൻവലിക്കുന്നു എന്നുള്ളതല്ലാതെ ഷിൻഡെ എന്ത് പറഞ്ഞെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ശ്രീ ഷാനവാസ്, ഷിൻഡെ പറഞ്ഞത്, ഷാനവാസ് വിശദീകരിക്കാൻ സമയം തരിക. ഷിൻഡെ പറഞ്ഞത്, എൻ്റെ പ്രസംഗത്തിൽ സംഘപരിവാർ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട് തീവ്രവാദവും ഭീകരവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്ന വാക്യം ഷിൻഡെയുടെ പ്രസ്താവനയിലുണ്ട്. ഹിന്ദു ദിനപത്രം വായിച്ചാൽ താങ്കൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇല്ലല്ല, താങ്കൾ ഈ പ്രശ്നം മുഴുവൻ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഷിൻഡെ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, whether it has been understood to mean that I was linking terrorism to particular religion and was accusing certain political organizations of being involved in organizing terror camps. I had no intention of linking terrorism with any religion. അത് പറഞ്ഞതിന് നിങ്ങൾ പറയാത്ത കാര്യമൊക്കെ പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്യുന്നതിനാ? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, കോൺഗ്രസ്സിന് ഒരു മൃദു ഹിന്ദുത്വ സമീപനവുമില്ല. കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നാഷണൽ സെക്കുലർ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്.
ആ സെക്യുലറിസത്തിൻ്റെ ക്രെഡൻഷ്യൽസുമായി കോൺഗ്രസ് മുമ്പോട്ട് നീങ്ങുന്നതിന് ഈ ഒരു സംശയവും വേണ്ട. പിന്നെ ഷിൻഡെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇത് കാണുന്ന ഇത് കാണുന്ന വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റിദ്ധാരണ തോന്നും. ഷിൻഡെ പറഞ്ഞ ഹിന്ദു റിലിജിയനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിയാൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഷിൻഡെ പറഞ്ഞത്. ഷാനവാസ് തിരിച്ചു വരാം. ശ്രീ എം എ ഷാനവാസ് തിരിച്ചു വരാം. വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഷിൻഡെ ഹിന്ദുമതത്തിനെ ഹിന്ദു റിലീജിയനുമായി ബന്ധപ്പെടുത്തി മാത്രമാണോ ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും അല്ല. ഹിന്ദു മതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതിനപ്പുറം ഞാൻ ജയ്പൂർ പ്രസംഗത്തിൽ പരാമർശിച്ച സംഘടനകൾക്ക് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുകളൊന്നുമില്ല. ദർ ഇസ് നോ എവിഡൻസ് എന്നാണ് കൃത്യമായി ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാചകം ഷാനവാസ് ജി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ എം ഐ ഷാനവാസ്, താങ്കളോട് ചോദിക്കട്ടെ, ദിഗ്വിജയ് സിംഗ്, മണിശങ്കർ അയ്യർ എന്നിവർ കോൺഗ്രസിലല്ലേ? അവർ ഷിൻഡെയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഇതിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. എൻ്റെ അഭിപ്രായം മറ്റൊരു നേതാവിന് ഉണ്ടാവണമെന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഡെമോക്രസിയാണ് ഇത്. പിന്നെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിച്ചു തരാം. ഐ വാസ് ലിങ്കിങ് ടെററിസം ടു പർട്ടിക്കുലർ റിലിജിയൻ. ഏതെങ്കിലും റിലിജിയനുമായി ഞാൻ ബന്ധപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബന്ധപ്പെടുത്തി ചില സംഘടനകളെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. സംഘടനകളുടെ പേരൊന്നും അദ്ദേഹം പറയുന്നില്ല. ഐ ഹാഡ് നോ intention of linking terrorism with any religion. There is no basis for suggesting that terror could be linked with organization mentioned in my brief speech എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും അവസാനം താങ്കൾ വായിച്ച വാചകം തന്നെയാണ് ഷാനവാസ് പ്രശ്നം. ഏറ്റവും അവസാനം ഞാൻ ഏതെങ്കിലും സംഘടനയെക്കുറിച്ച് ആ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്നില്ല എന്ന് ഷിൻഡെ പറയുന്നത് തന്നെയാണ് കാര്യം. താങ്കൾ മനഃപൂർവ്വം ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. ഹിന്ദു റിലിജിയനുമായി ബന്ധപ്പെട്ട് ഞാൻ ചില സംഘടനകൾ ഇവിടെ ഹിന്ദു ടെററിസം വളർത്തുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാലേഗാവ് സ്ഫോടനത്തിലും സംജോത്ത സ്ഫോടനത്തിലും മെക്ക മസ്ജിദിലും അജ്മീർ സ്ഫോടനത്തിലും ഒക്കെ ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള സംഘ് പരിവാർ ശക്തികൾക്ക് പങ്കില്ല എന്ന് എവിടെയാ പറയുന്നത്? മറുപടി ശ്രീ എൻ രാധാകൃഷ്ണൻ, എന്താണ് BJP ഇതിനുള്ള മറുപടി? അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇത്രയും വലിയ ജനങ്ങൾ കാണുന്നൊരു മാധ്യമത്തിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മേലേഗാവ് മറ്റേ വേറെ സംഭവങ്ങൾ ഇത്തരത്തിൽ സംസാരിച്ച് വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ബോധപൂർവമായ പരിശ്രമമല്ലേ നടത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിൽ ആ ആരോപണങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ആ നടപടി സ്വീകരിക്കാതെ ഇതുപോലുള്ള മാധ്യമങ്ങളിൽ നിന്ന് വന്ന് ഒരു തെറ്റായ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി ഷാനവാസിനെ പോലുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത രീതിയിൽ അബദ്ധജടിലമായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കളവ് 100 പ്രാവശ്യം പറഞ്ഞ് അത് സത്യമാക്കുന്ന ഏറ്റവും നിർഭാഗ്യകരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ്. ശ്രീ കെ എൻ ഖാദർ, എം ഐ ഷാനവാസ് ഇപ്പോൾ നൽകിയ വിശദീകരണം, അദ്ദേഹം നൽകിയ ന്യായീകരണം, ഇതെല്ലാം ലീഗിന് ബോധ്യപ്പെട്ടോ? ഹലോ, ചോദ്യം വ്യക്തമല്ല. ഇപ്പോൾ എം ഐ ഷാനവാസ് നൽകിയ വിശദീകരണവും ന്യായീകരണവും എല്ലാം ലീഗിന് ബോധ്യപ്പെട്ടോ? എം ഐ ഷാനവാസ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇതാണല്ലോ, അദ്ദേഹം ഒരിക്കലും ഒരു മതവുമായിട്ടൊരു തീവ്രവാദത്തെ ഞാൻ ബന്ധപ്പെടുത്തിയിട്ടില്ല എന്ന് ഷിൻഡെ പറഞ്ഞു എന്നാണ് എം ഐ ഷാനവാസ് പറഞ്ഞത്. അതേസമയം ഈ വസ്തുതകൾ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള എൻ രാധാകൃഷ്ണൻ്റെ വെല്ലുവിളി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നടപടി സ്വീകരിക്കുകയാണ് ആവശ്യമായിട്ടുള്ളത്. തീവ്രവാദം ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും സ്ഫോടനങ്ങളിലും ആക്രമണങ്ങളിലും ആര് പങ്കാളിയായാലും അവരുടെ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആ ഒരു വസ്തുതയാണ് ഇപ്പോൾ മിസ്റ്റർ രാധാകൃഷ്ണൻ പറയുന്നത്, എന്തുകൊണ്ട് ഞങ്ങളുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന്.
ആ ഒരു വെല്ലുവിളിയെക്കുറിച്ച് ഒരിക്കൽ കൂടി വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇതാണ് പ്രധാന പ്രശ്നം. ആരോപണങ്ങളുണ്ട്. ഷിൻഡെ പറയുന്നു തെളിവുണ്ടെന്ന്, അല്ലെങ്കിൽ ഷിൻഡെ തെളിവുണ്ടെന്ന് ആദ്യം പറഞ്ഞു. RK സിംഗ് ആഭ്യന്തര സെക്രട്ടറി വീണ്ടും അത് ആവർത്തിച്ചു. തെളിവുകൾ ഉണ്ട് എന്ന കുറ്റസമ്മത മൊഴിയുണ്ട് സ്വാമി അസീമാനന്ദൻ്റെ. പക്ഷേ ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥ അന്വേഷണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രകരിലേക്ക് യഥാർത്ഥ അന്വേഷണം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പുകമറ സൃഷ്ടിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കാത്തതും ഇതിൻ്റെ ആരോപണ വിധേയരായ ആളുകളെ അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്താത്തതുമല്ലേ പ്രധാന പ്രശ്നം? അതിൽ കോൺഗ്രസിനല്ലേ ഇച്ഛാശക്തി വേണ്ടത്? അല്ല, ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷിൻഡെ ആദ്യം നടത്തിയ പ്രസ്താവന നടത്താൻ പറ്റില്ലായിരുന്നു, രണ്ടാമത് ചെയ്ത പ്രസ്താവനയും നടത്താൻ പറ്റില്ലായിരുന്നു. രണ്ടാമത് ചെയ്ത പ്രസ്താവനയിൽ എന്തൊക്കെ ന്യായീകരണം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാലും അതിൽ ഈ സംഘടനകൾക്ക്, ഷിൻഡെ ജയ്പൂരിൽ പരാമർശിച്ച സംഘടനകൾക്ക് ഒരു തരത്തിലുള്ള ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഒരുതരം രാഷ്ട്രീയമായ ആശയക്കുഴപ്പം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലായ്മ. പിന്നെ ശ്രീ രമേശ് ഷാനവാസ്, താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാം. അല്ല, ഇതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഒരു ക്ലീൻ ചിറ്റും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഇന്ത്യയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സംഘടനകളുടെ എല്ലാം കൺട്രോൾ സംഘപരിവാർ ശക്തികൾക്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഈ ഖേദപ്രകടനത്തിൽ ശ്രീ രമേശ് ഷാനവാസ്, ഈ ഖേദപ്രകടനത്തിൽ BJPയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നില്ലേ? ആഭ്യന്തരമന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നില്ലേ? ഒരിക്കലുമല്ല, ഒരിക്കലും വഴങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ വാചകങ്ങളിൽ ഏതെങ്കിലും ഇതിന് പകരം വേറൊരു വാചകമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇതിൻ്റെ കാതലായ പ്രശ്നം എന്താണ്? കാതലായ പ്രശ്നം ആരാണ് ഇത് നടത്തിയത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാതലായ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ തന്നെ ഒരു ഒഴുക്കം മറ്റിൽ അവരെ കൂടെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞു കാണും. അതും വെങ്കടേഷ് രാമകൃഷ്ണൻ. വളരെയധികം നന്ദി രമേശ് ഷാനവാസ് MP, വെങ്കടേഷ് രാമകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. ഒപ്പം തന്നെ BJPയുടെ AN രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗിന്റെ KN ഖാദർ. നന്ദി. ഒരു ചെറിയ ഇടവേളയിലേക്ക്.